ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിന് കൂട്ടാനായിട്ട് ഉണക്ക മാങ്ങ ഇട്ടൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കക്കൊഞ്ചെടുത്ത് കഴുകിയിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്ത ഉണക്കക്കൊഞ്ച് പിന്നെ നമ്മൾ അതിൻ്റെ തലയും വാലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ചിരട്ടയോ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് ഇങ്ങനെ നമക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ തലയും വാലും അങ്ങ് പൊടിഞ്ഞു പോകും. അത് പിന്നെ ഇങ്ങനെ ഒന്ന് കുലുക്കി ഇങ്ങനെ അങ്ങ് കളഞ്ഞാൽ മതി. അതിനുശേഷം നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് മാങ്ങയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ കൊഞ്ച് തലയും വാലും ഒക്കെ പോയി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതൊരു ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ചെറിയ മാങ്ങയും കൂടെ അതിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പം മാങ്ങയും പച്ചമുളകും നമ്മുടെ വറുത്ത ഉണക്കക്കൊഞ്ചും ഒരല്പം ഉപ്പും ഇട്ട് നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം. അപ്പം നമ്മുടെ മാങ്ങയും കൊഞ്ചും ഒക്കെ വേവുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് കറി റെഡിയാക്കാം. നമ്മുടെ കൊഞ്ച് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തതാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചാറൊന്ന് കുറുകുമ്പോൾ ഇങ്ങനെ ഇറക്കിയാൽ മതി. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അപ്പം നമ്മുടെ കറി ഒന്ന് തിളക്കട്ടെ. ഇത് നമ്മൾ കൊഞ്ചും മാങ്ങയത് ഒരു ഒഴിച്ചുകൂട്ടാൻ കറി പോലെയാണ് വെച്ചത്. ഒരുപാട് അങ്ങ് വെള്ളവുമല്ല, തീരെ അങ്ങ് പറ്റിയതുമല്ല. നമ്മുടെ ചെട്ടുളങ്ങരയിലെ കൊഞ്ചും മാങ്ങയും കറി കുമ്പപ്പരണിക്ക് വെക്കുന്നത് കുറച്ചുകൂടെ കുറുകിയ ചാറോടുകൂടിയാണ് വെക്കുന്നത്. അത് കുറച്ചങ്ങ് പറ്റിയിരിക്കും. അങ്ങനത്തെ കൊഞ്ചും മാങ്ങയാണ് ചെട്ടുളങ്ങര കുമ്പപ്പരണിക്ക് നമ്മൾ വെക്കുന്നത്. ഇത് നമ്മൾ ചോറിനകത്തൊക്കെ ഒഴിച്ചു കൂട്ടാനിച്ചിരി ചാറോടുകൂടി വെച്ചതാണ്. അപ്പം നല്ല ടേസ്റ്റാണ് ഉണക്ക കൊഞ്ചും മാങ്ങ ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് മുരിങ്ങയ്ക്കയും ഇട്ട് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു.